ഇത് നമ്മൾ ഒരു മധുരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഡെസേർട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡൊക്കെ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കണ ഒരു പുഡിംഗ് എന്ന് എന്താ വേണമെങ്കിൽ വിളിക്കാം. അങ്ങനത്തെ ഒരു സ്വീറ്റ്സാണ് ഉണ്ടാക്കുന്നത്. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. കാരണം ചില മിൽക്ക് പൗഡറിൽ നല്ല മധുരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പഞ്ചസാര ഞാനിവിടെ പൊടിച്ചിട്ടായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ. പിന്നെ ലാസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് അര കപ്പ് പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ ബട്ടർ. അത് ഉപ്പുള്ള ബട്ടറോ ഉപ്പില്ലാത്ത ബട്ടറോ ഏത് ബട്ടറായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ പഞ്ചസാര. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഫസ്റ്റ് ഇതാണ്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇതൊരു എന്താ പറയുക ഒരു ക്രീം പോലെ എടുക്കണം. നമ്മൾ ബ്രെഡിലേക്ക് നമ്മൾ ബട്ടറൊക്കെ നമ്മൾ തേക്കില്ലേ, അപ്പോൾ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്, അതേപോലെ വരണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ബട്ടറിൻ്റെ പകരം നെയ്യ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് തണുത്ത പാലാട്ടം എടുത്തേക്കുന്നത്. 2 3 കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. കാരണം ഈ ബട്ടർ ഇതിൻ്റെ കൂടെ കൊണ്ട് മിക്സായിട്ട് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് അത്രയ്ക്കധികം പാൽ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാൽ ചേർത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം, ഭയങ്കര ലൂസായി പോകരുത് കേട്ടോ. അത് നോക്കിക്കേ. ബ്രെഡ് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. വൈറ്റ് ബ്രെഡ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ബ്രെഡിൽ ചെയ്യുക. കാരണം വൈറ്റ് ബ്രെഡാണല്ലോ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീറ്റ് ബ്രെഡിലോ അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡിലൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെയും ചെയ്യാം. പക്ഷേ വൈറ്റ് ബ്രെഡായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചേക്കുന്ന ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേറൊരു ലിക്വിഡായിട്ട് നമുക്ക് ഉണ്ടാക്കണം. അത് റെഡിയാക്കാം. ഇത് ഫസ്റ്റ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ ഈ 4 സൈഡ് ഉണ്ടല്ലോ, സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കളയണ്ട, ഇത് കോഴികൾക്ക് കൊടുക്കാം. ഇവിടെ ഇരിക്കട്ടെ, കൊണ്ടേ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് നമുക്ക് ബ്രെഡിൽ വയ്ക്കാം. അത്യാവശ്യം നല്ല കനത്തിൽ വെക്കണം കേട്ടോ. അതേപോലെ ഇങ്ങനെ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഈ ബ്രെഡിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇതോടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പാലിൻ്റെ നമുക്കൊരു മിക്സിങ് നമുക്ക് റെഡിയാക്കണം. അതായിരുന്നു ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായിരുന്നില്ലേ? ഓക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് പാൽ വേണം, കുറച്ച് പാൽപ്പൊടി വേണം, കുറച്ച് കസ്റ്റാർഡ് പൗഡർ വേണം, പഞ്ചസാര വേണം, പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാം. പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്താഷ്യോ, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് മിക്സിങ് റെഡിയാക്കാം. പാലെടുക്കട്ടെ. ഞാനിവിടെ 2 കപ്പ് പാലിലെടുത്തേക്കുന്നത്. പാല് ഫസ്റ്റ് നമുക്കൊന്ന് തിളപ്പിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ. അത് നമുക്ക് കുറച്ച് പാലിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഫസ്റ്റ് റെഡിയാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ,
അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഡയറക്റ്റ് നമ്മൾ പൊടിയായിട്ട് നമ്മൾ പാലിലേക്ക് ഇട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. പാല് തിളപ്പിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് പാല്, തിളപ്പിച്ച പാല തിളപ്പിക്കാത്ത പാല ഏത് പാലായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് പഞ്ചസാര 2, 3, 4. അപ്പോൾ നമ്മുടെ പാല് സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഈ പാൽപ്പൊടിയും അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് പാലൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കായ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർക്കുക. അപ്പോൾ പാലിന് നല്ലൊരു തള വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി നമ്മൾ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല, അത് ഒഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണ്ടിയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കൂടുതൽ ചേർക്കരുത്. ഇതിലൂടെ 1.5 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് തിക്കായിട്ടുണ്ട്. ഭയങ്കര കട്ടയാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. എങ്ങാനും ഭയങ്കരമായിട്ട് തിക്കായി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. കാരണം ഇത് നമുക്ക് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു അത്യാവശ്യം തിക്കായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഭയങ്കര തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഞാനതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കുറച്ച് വാനില എസൻസ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇതിരുന്നിട്ട് നന്നായിട്ട് ചൂടാറട്ടെ. കാരണം ഇത് നമുക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതിരുന്നിട്ട് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ബ്രെഡിൻ്റെ എഡ്ജസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് കോഴിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരും. അങ്ങോട്ടേക്ക് ഇറങ്ങ, താഴത്തേക്ക് ഇറങ്ങ. ബാ 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 എന്നാ കഴിച്ച. ഞങ്ങളുടെ ചാത്തൻകോഴി നോക്കിക്കേ. ചാത്തൻകോഴി അങ്ങനെ പെട്ടെന്നൊന്നും കഴിക്കില്ല കേട്ടോ. പെടക്കോഴികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചാത്തൻകോഴി കഴിക്കില്ല. സൗണ്ടൊക്കെ ഉണ്ടാക്കി എല്ലാവരും വിളിക്കും. പെടക്കോഴികൾക്ക് കൊത്തിയിട്ട് കൊടുക്കണുണ്ട്. അങ്ങനെ നല്ല സ്നേഹമുള്ള കോഴിയാണ്. എല്ലാവർക്കും കൊത്തിപ്പറക്കി കൊടുക്കണുണ്ട്. എല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ പൂവൻ കോഴി ഒന്നും കഴിച്ചില്ല.
അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴികൾക്ക് ബ്രെഡൊക്കെ നമ്മൾ കൊടുത്തു. ഇത് ഞാൻ പുറത്ത് വെച്ചിരുന്നു, കാരണം പുറത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചൂടാറും. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്താഷ്യോ എടുത്തിട്ടുണ്ട്, കുറച്ച് ആൽമണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ഫസ്റ്റ് ഈ നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകണില്ല, അതിൻ്റെ ഒരു പൊടി അതിനകത്ത് കിടന്നുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് നമുക്ക് ഇവിടെ ആക്കി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണേ നമ്മുടെ മിക്സിങ് ഒഴിക്കട്ടെ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് നട്ട്സൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാർണിഷ് ചെയ്തില്ലെങ്കിലും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഞാൻ ടേസ്റ്റ് ഒന്നും പറയണില്ല കേട്ടോ. ഈ പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് പറയാം. ശരിക്കും നല്ല രസമുണ്ട്, നല്ല രസമാണ്.